ഒരു ഇവൻറ്റ്സും ഒന്നും നടത്തുന്നില്ല, ലൈക്ക് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരു പാർട്ടിക്കുലർ മൊമെൻറ്റിൽ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലൊരു ഡിസ്കഷൻ, നമ്മളൊരു ടോക്ക് ഉണ്ടായി. ആ ഒരു ടോക്കിൻ്റെ പുറത്താണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ട്രോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് വാസണ്ണയുടെ കൂടെയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വാസണ്ണ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ബ്ലൈൻഡിൽ നിന്ന് ലീവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അണ്ണനെ എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് ബ്ലൈൻഡിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ, അണ്ണൻ്റെ യൂട്യൂബ് ലൈവിൽ അണ്ണൻ എന്തുകൊണ്ടാണ് ബ്ലൈൻഡിൽ നിന്ന് ലീവ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ചെറിയ പോർഷൻസും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ, അതായത് അണ്ണൻ്റെ ആ ലൈവിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലൈവ് ഫുള്ള് കാണുന്നതിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ തുടർന്നും കാണാവുന്നതാണ്. ഏതായാലും വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബ്ലൈൻഡിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ബ്ലൈൻഡിലൊരു ക്രിയേറ്ററായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ആൻഡ് ഫ്രം ദ സ്റ്റാർട്ട് ടു ബ്ലൈൻഡിൻ്റെ എല്ലാ ഇതിലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിന്നൊരാളാണ്. അതായത് അവരുടെ ഈ പറയണത് പോലെ ബൂട്ട് ക്യാമ്പ് തൊട്ട്, അല്ലെങ്കിൽ അതിലും മുമ്പ് വെറും ഒരു കോമ്പറ്റേറ്റീവ് പ്ലെയറായിട്ട് ബ്ലൈൻഡിൽ ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. പിന്നീടാണ് ഞാൻ അവരുടെ കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആവുന്നത്. കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിക്കഴിയും RP ത്രൂ ഒക്കെ വന്നപ്പോഴും ഈ പറയുന്ന ബ്ലൈൻഡ് ബൂട്ട് ക്യാമ്പിലൊക്കെ ആദ്യം പോകുന്നത് പോലും ഞാനാണ്. അവിടെ തൊട്ട് ഇവിടെ വരെയും ബ്ലൈൻഡിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. വേറെ ഒരു ഓർഗനൈസേഷനിലും വേറെ ഒന്നിലും പോയിട്ടില്ല, വേറെ ഒന്നിലും ഇതാക്കിയിട്ടില്ല. അപ്പം എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കേസ്, അതായത് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ഓർഗനൈസേഷൻസ് ഓരോ ഇവൻറ്റ്സ് ഒക്കെ നടത്തുമ്പോഴും ബാക്കി ഓരോ പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഇതൊന്നും നടത്തുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനത് കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത്, ഈ പറയണത് പോലെ അത് നടത്താൻ കേപ്പബിലിറ്റി ഉള്ളൊരു ഓർഗനൈസേഷനാണ് ബ്ലൈൻഡ്. ഇതൊക്കെ നടത്താനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ബ്ലൈൻഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് അവിടുന്ന് ലൈക്ക് നമ്മൾ ഒന്നും ഒരു ഇവൻറ്റ്സും ഒന്നും നടത്തുന്നില്ല, ലൈക്ക് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരു പാർട്ടിക്കുലർ മൊമെൻറ്റിൽ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലൊരു ഡിസ്കഷൻ, നമ്മളൊരു ടോക്ക് ഉണ്ടായി. ആ ഒരു ടോക്കിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തേട്ടനും ശരത്തേട്ടൻ ഇപ്പം കംപ്ലീറ്റ്ലി കുറച്ച് വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് ശരത്തേട്ടൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. അപ്പം കംപ്ലീറ്റ്ലി ലൈക്ക് അവർക്ക് ചെയ്യാൻ പറ്റണം, ബ്ലൈൻഡിന് ചെയ്യാൻ പറ്റണം അതൊക്കെ. അപ്പം ബ്ലൈൻഡ് അത് ചെയ്യാൻ പറ്റും. അത് അവരുടെ കാര്യങ്ങളൊക്കെ തിരുത്തി ഈ പറയണത് പോലെ എല്ലാം സെറ്റായിട്ട് ഈ ഒരു 2024 കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗൈസ് വേറെ ഒരു ഓർഗനൈസേഷനിലും ജോയിൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പോൾ കറൻ്റ്ലി ഇൻഡിവിജ്വലായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കാനുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കറൻ്റ്ലി ഇപ്പോൾ ഇൻഡിവിജ്വലി തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ സൂൺ ഫിക്സ് ആവുന്നുണ്ടെങ്കിൽ ശരത്തേട്ടനൊക്കെ വന്ന് എന്നോട് സംസാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് ഞാൻ ബ്ലൈൻഡിൽ പോകും. ഇപ്പോൾ കറൻ്റ്ലി അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായ മിസ്റ്റേക്സൊക്കെ അവരായിട്ട് ഒന്ന് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഇത് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇൻഡിവിജ്വലായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഈ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത്. ഒരു കാര്യം മനസ്സിലായി, ഏതായാലും അണ്ണൻ ബ്ലൈൻഡിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിഞ്ഞു പോയെങ്കിലും, ഇപ്പോൾ കറൻ്റ് ഒഴിഞ്ഞു പോയെങ്കിലും വൈകാതെ തന്നെ ബ്ലൈൻഡിൽ ചേരാനുള്ള ഒരു ചാൻസ് അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും ബ്ലൈൻഡിൽ അണ്ണൻ ഉണ്ടാവുമെന്ന്. ഏതായാലും മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ജോക്കി അണ്ണനൊക്കെ ഉള്ളതാണ്. അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അണ്ണൻ ചേരുന്നതാണ് അണ്ണൻ്റെ ഈ ഇതിൽ റീപ്ലൈ നമുക്ക് മനസ്സിലായത്. എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഏതായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.